വ്യാതഗീത. മഹാഭാരതം വനപർവത്തിൽ കാമ്യകവനത്തിൽ വെച്ച് യുധിഷ്ഠിരനും മാർക്കണ്ഡേയനും തമ്മിലുണ്ടായ സംസാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വ്യാതഗീത എന്നറിയപ്പെടുന്ന ബ്രാഹ്മണ വ്യാത സംവാദം. ഭൗതിക സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഠിനമായ തപസ്സിലൂടെ ആത്മജ്ഞാനം നേടാൻ ശ്രമിച്ച കൗശികൻ എന്ന സന്യാസിക്ക് തന്റെ അഹങ്കാരം ഇല്ലാതാക്കാനും യഥാർത്ഥ ജ്ഞാനം മനസ്സിലാക്കാനും ഒരു മാംസവിൽപ്പനക്കാരനായ വ്യാതൻ, ധർമ്മവ്യാതൻ ഉപദേശം നൽകുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാല്, കൗശികൻ എന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഒരു ദിവസം വേദം ചൊല്ലി വൃക്ഷത്തിന്റെ ചോട്ടിലിരിക്കുകയായിരുന്നു. അദ്ദേഹം വേദാധ്യായിയും തപോനിധിയും ധർമ്മശീലനും ഒക്കെ ആയിരുന്നു. വേദങ്ങൾ ഉപനിഷത്തൊക്കെ അദ്ദേഹത്തിന് കാണാപ്പാടാണ്. ആ ദ്വിജോത്തമൻ അങ്ങനെ വേദം ചൊല്ലിയിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിൽ പക്ഷി മരത്തിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ഇരുന്ന് ആ ബ്രാഹ്മണന്റെ ശിരസില് കാഷ്ടിച്ചു. ഉടനെ ബ്രാഹ്മണൻ മേൽപോട്ട് നോക്കി, പക്ഷീനെ കണ്ടു. ബ്രാഹ്മണന് ദേഷ്യം വന്നു. മനസ്സുകൊണ്ട് ധ്യാനിച്ച് അതിനെ ഉഗ്രമായിട്ടൊന്ന് നോക്കി. വിപ്രന്റെ ശാപദൃഷ്ടി തട്ടി അത് ഭൂമിയിൽ വീണ് പിടഞ്ഞ് മരിച്ചുപോയി. പക്ഷി ബ്രാഹ്മണന്റെ ശാപമേറ്റ് ചത്തത് കണ്ടപ്പോ അദ്ദേഹത്തിന് കുറച്ച് വിഷമായി. പിന്നെ കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വിശപ്പ് തോന്നി. അപ്പോ അദ്ദേഹം ഇങ്ങനെ ഭിക്ഷയ്ക്ക് പോയിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഭിക്ഷ കിട്ടുന്ന ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. അങ്ങനെ ഒരു ഗ്രാമത്തിൽ പോയി ഒരു വീട്ടിൽ ചെന്നിട്ട് ഭിക്ഷാന്തേഹി, ഭിക്ഷ തന്നാലും എന്ന് പറയും. അപ്പോൾ ആ വീട്ടിലെ സ്ത്രീ വന്നിട്ട് ഇപ്പൊ കൊണ്ടുവരാം, ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകട്ടെ, ഒത്തിരി നേരം നിൽക്കൂന്ന് പറയും. അപ്പൊ അങ്ങനെ ബ്രാഹ്മണനെ അവിടെ കാത്തു നിൽക്കുന്നതിന്റെ ഇടയിൽ ഭർത്താവ് വിശന്ന് തളർന്നു വരികയാണ്, ആ സ്ത്രീയുടെ ഭർത്താവ്. അപ്പോ ഭർത്താവാണെങ്കിൽ ജോലിക്കിടയിൽ വിശന്ന് വന്നതല്ലേ. അപ്പൊ ഈ ബ്രാഹ്മണന്റെ കാര്യം അവിടെ വെച്ചിട്ട് അവൾ എന്ത് ചെയ്യും, ഭർത്താവിന്റെ കാര്യങ്ങള് ചെയ്യും. എന്നുവെച്ചാല് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭർത്താവിന് കൊടുത്ത് അദ്ദേഹത്തിന് ആദ്യം ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ബ്രാഹ്മണന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ബ്രാഹ്മണൻ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോ പതിനെ ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോഴും ഈ ഒരു വിചാരം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സ്വാതി വേഗം തന്നെ വിപ്രനുള്ള ബ്രാഹ്മണനുള്ള ഭിക്ഷയായിട്ട് വന്നു. അപ്പൊ ബ്രാഹ്മണൻ ചോദിക്കും, ഓ, എന്നോട് നിൽക്കാൻ പറഞ്ഞിട്ട് എന്നെ ഇത്രയധികം നേരം ഇവിടെ നിർത്തി താമസിപ്പിച്ചത് എന്തിനാ എന്ന് ചോദിച്ചു. ബ്രാഹ്മണരെക്കാളും മേലെയാണോ നിനക്ക് നിന്റെ ഭർത്താവ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമിയായ നീ വിപ്രന്മാരെ നിന്ദിക്കുകയാണ്. ഇന്ദ്രനും കൂടി ബ്രാഹ്മണരെ കുമ്പിടുന്നുണ്ട്, വന്നിക്കുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യന്മാരിങ്ങനെ ചെയ്യാൻ പാടണ്ട. വൃദ്ധര് പറഞ്ഞിട്ട് നീ കേട്ടിട്ടില്ലേ, ബ്രാഹ്മണര് ശപിച്ചാല് ഭൂമിയെ പോലും നശിപ്പിക്കാൻ പറ്റുമെന്ന് നീ കേട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ആ സ്ത്രീ പറയുവാണ്, ഹേ വിപ്ര, നിന്റെ നോട്ടമേറ്റ് ചുട്ടു ചാമ്പലാവാൻ ഞാൻ ഒരു വെള്ളിൽ പക്ഷിയൊന്നും അല്ല. ഈ ക്രുദ്ധനോട്ടം കൊണ്ട് ക്രുദ്ധനായ ഭവാനിൽ എന്നെ എന്താ ചെയ്യാൻ പോണേ? ഹേ ദ്വിജോത്തമ, ക്രോധലോഭങ്ങൾ വിട്ടവനാണ് ദേവസമ്മതനായ ബ്രാഹ്മണൻ. സത്യങ്ങൾ ചെയ്യുന്നവനും ഹിംസിച്ചാലും ഹിംസിക്കാത്തവനുമാണ് ദേവസമ്മതനായ ബ്രാഹ്മണൻ. ഭവാൻ ധർമ്മതത്വം അറിയുന്നവനല്ല എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയും. അപ്പൊ വിപ്രനായിട്ട് ഈ പരമമായ ധർമ്മം അറിയുന്നില്ലെങ്കിൽ ഭവാൻ ഒരു കാര്യം ചെയ്യും, ഇതിലേൽ ചെന്നിട്ട് ധർമ്മവ്യാതനോട് ചോദിക്കേ, അദ്ദേഹം താങ്കൾക്ക് ധർമ്മം ഉപദേശിച്ചു തരുന്നു പറയുവാണ്. ആ സ്ത്രീ പറഞ്ഞ ആശ്ചര്യമൊക്കെ ചിന്തിച്ച ആ ബ്രാഹ്മണൻ ഇങ്ങനെ തിരിച്ചുപോയി. കുറ്റം ചെയ്തവനെ പോലെ ആത്മനിന്ദ വിഷമായി അയാൾക്ക്. വീട്ടിൽ ചെന്നിരുന്നു. സ്വധർമ്മത്തിന്റെ സ്വന്തം ചെയ്ത കർമ്മത്തിന്റെ സൂക്ഷ്മതയൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് വിചാരിച്ചു എന്തായാലും അവിടെ പോയിട്ട് ആ ധർമ്മവ്യാതനെ ഒന്ന് കാണാം, അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് ധർമ്മം തിരിച്ചറിയാം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, മിഥിലയ്ക്ക് പുറപ്പെട്ടു. അങ്ങനെ കാടും ഗ്രാമങ്ങളും പട്ടണങ്ങളൊക്കെ കടന്ന് ഈ ബ്രാഹ്മണൻ മിഥിലയിലെത്തി. അവിടെ ധർമ്മവ്യാതന്റെ വീട് എവിടെയാന്ന് അന്വേഷിച്ചപ്പോ അവരിങ്ങനെ കാട്ടിക്കൊടുത്ത മാർഗത്തിലൂടെ വഴിക്കോട് നടന്ന് മാംസം വിൽക്കുന്ന ഒരു തെരുവിലെത്തി. അവിടെയാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. മാൻ, പോത്തൊക്കെ അങ്ങനെയുള്ള മൃഗങ്ങളുടെയൊക്കെ മാംസം വിൽക്കുന്ന ഒരു തപസ്വി. അപ്പോ മാംസം വാങ്ങാൻ വരുന്നവരുടെ തിരക്ക് കാരണം ബ്രാഹ്മണൻ ഒരറ്റത്ത് ചെന്ന് നിൽക്കുമായിരുന്നു. ഈ ബ്രാഹ്മണൻ വന്നത് അറിഞ്ഞപ്പോ ഈ വ്യാതൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ധർമ്മവ്യാതൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങയെ നമിക്കുകയാണ്. അങ്ങ് അന്വേഷിക്കുന്ന വ്യാതൻ ഞാനാണ്. ഞാൻ ഭഗവാന് എന്ത് ചെയ്തു തരണം, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും എന്ന് പറയും. അപ്പോ മിഥിലയ്ക്ക് പോകാനായിട്ട് ഭഗവാനോട് ഈ സ്ത്രീ പറഞ്ഞല്ലോ, ഒരു പതിവ്രത,
ഇവിടെ വരാനുണ്ടായ കാരണങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ആ പറഞ്ഞപ്പോ വിപ്രന് ഭയങ്കര അത്ഭുതമായി. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണല്ലോ, ഇത് രണ്ടാമത്തെ ആശ്ചര്യമാണ്. ആദ്യത്തെ ആശ്ചര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപ്രം വിചാരിച്ചു ആ സ്ത്രീ എങ്ങനെയാണ് അറിഞ്ഞത് ആ പക്ഷി മരിച്ചത്. അപ്പൊ ഈ സ്ഥാനം, അപ്പൊ ഈ മാംസം വെട്ടുന്ന വ്യാധം പറയാണ്, ഇവിടെ നിൽക്കാൻ അങ്ങേക്ക് വിഷമം തോന്നുന്നുണ്ടാവും, ഇവിടെ അങ്ങേക്ക് പറ്റിയ സ്ഥലമല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറയും. അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണൻ സന്തോഷത്തോട് കൂടിയിട്ട് വ്യാധൻ മുന്നിൽ നടന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഇരുന്ന് വ്യാധനോട് പറഞ്ഞു. ബ്രാഹ്മണൻ പറയുകയാണ്, ഹേ വ്യാധ, ഭവാനെ തൊഴിൽ യോജിച്ചതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര ഘോരമായ കൃത്യം കണ്ടിട്ട് എനിക്ക് വിഷമാവുന്ന, ദുഃഖം തോന്നുന്നുണ്ട്. അപ്പൊ വ്യാധൻ പറയുകയാണ്, എൻ്റെ അച്ഛനും മുത്തച്ഛനും ചെയ്തു വന്ന കുലധർമ്മം ഇതാണ്. ഞാനും ആ കുലധർമ്മത്തിൽ നിൽക്കുന്നത് കണ്ട് ഭവാൻ ദുഃഖിക്കേണ്ട. ദാതാവ് പണ്ടേ നിശ്ചയിച്ച ആ സ്വധർമ്മത്തെ സംരക്ഷിച്ച് ഞാൻ ശ്രദ്ധയോടുകൂടി വൃദ്ധരായ ഗുരുക്കളെ പൂജിച്ച് ജീവിക്കുകയാണ്. സത്യം ഞാൻ പറയാറുള്ളൂ, ഈർഷ്യ എനിക്കില്ല. യഥാശക്തി ഞാൻ ദാനം ചെയ്യാറുണ്ട്. ദേവതകൾക്കും അതിഥികൾക്കും ഭൃത്യന്മാർക്കും നൽകിയതിനു ശേഷം മാത്രമേ ഞാൻ പൂജിക്കാറുള്ളൂ, ഭക്ഷിക്കാറുള്ളൂ. ഞാൻ ആരെയും നിന്ദിക്കാറില്ല. ബലിഷ്ഠനോട് ഞാൻ ഗർവിക്കില്ല. മുജ്ജന്മകർമ്മം ചെയ്തവനെ മുജ്ജന്മകർമ്മം അനുവർത്തിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. മറ്റുള്ളവർക്കൊന്ന പോത്ത്, പന്നി ഇവയൊക്കെയാണ് ഞാൻ വിൽക്കുന്നത്. കൊല്ലുന്നത് ഞാനല്ല. ഞാൻ മാംസം തിന്നാറില്ല. ഞാൻ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട് എന്ന് പറയുവാണ്. നിത്യവും ഉപവസിക്കാറുണ്ട് എന്നൊക്കെ പറയുവാണ്. അപ്പൊ രാത്രി മാത്രമാണ് ഭക്ഷണം കഴിക്കാറുള്ളൂ എന്ന് പറയുന്നു അദ്ദേഹം. അപ്പൊ ഇത് ഭയങ്കര ഘോരമായ കർമ്മമാണെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. അതില് യാതൊരു സംശയവും ഇല്ല, ഘോര കർമ്മം തന്നെയാണ്. പക്ഷെ ബ്രാഹ്മണ, വിധിബലാൽ തന്നെയാണ് അത് ലഭിച്ചത്. അതിനെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല. മുജ്ജന്മകൃതമായ കർമ്മത്തിന്റെ ഫലമാണത്. ഞാൻ ചെയ്ത കർമ്മദോഷത്തിന്റെ ഫലമാണ്. ഈ ദോഷത്തെ കളയാൻ ഞാൻ യത്നിക്കുന്നുണ്ട് എന്ന് പറയുവാണ്. വിധി മുമ്പേ കൊന്ന ജീവിയുടെ കാര്യത്തിൽ ഘാതകൻ ഒരു നിമിത്തം മാത്രമാണ്. ആയുസ് അവസാനിക്കുമ്പോൾ ഒരു നിമിത്തം എത്തുന്നു എന്ന് മാത്രം. ഈ കർമ്മത്തിന് ഞാൻ അപ്രകാരം ഒരു നിമിത്തം മാത്രമാണ്. കൊന്ന ജന്തുക്കളുടെ മാംസം ഞാൻ വിൽക്കുകയാണല്ലോ. വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി ഭക്ഷിക്കുകയാണെങ്കിൽ ഇതും ധർമ്മമാകുന്നത് കാണാം. എങ്ങനെയെന്നാൽ ഭക്ഷണം ആദ്യമായി പിതൃദേവാതിഥികൾക്കും ഭൃത്യർക്കും നൽകിയിട്ട് ഭക്ഷിക്കുകയാണെങ്കിൽ അതും ധർമ്മമായി മാറും. ബ്രാഹ്മണർ കൂടി ഭാഗവാക്കാവുന്ന യാഗങ്ങളില് മൃഗബലി നടക്കാറില്ലേ? ശിബി, രഞ്ജിദേവൻ അങ്ങനെയുള്ള ധർമ്മിഷ്ഠരും പ്രജാക്ഷേമ തൽപരരായ രാജാക്കന്മാര് പോലും അത്തരത്തിലുള്ള യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരധർമ്മികളായിട്ടില്ലല്ലോ. സ്വർഗം നിഷേധിക്കപ്പെട്ടിട്ടുമില്ല. വേദം അത് തടയുന്നുമില്ല. ചിലര് പറയുന്നുണ്ട് കൃഷി നല്ല തൊഴിലാണ്, അതിൽ ഹിംസയൊന്നുമില്ല എന്ന്. എന്നാൽ അതിലൊരു ഹിംസയില്ലേ? ഉഴുതുമറിക്കുന്നവർ മണ്ണിലുള്ള പലതരം ജീവജാലങ്ങളെ കൊല്ലുന്നുണ്ട്. നെല്ല് തൊട്ടുള്ള നാനാബീജധാന്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. അവയൊക്കെ ജീവികളല്ലേ? അതിൽ എന്താ നമ്മൾ പറയാനുള്ളത്? നമുക്കതില് അപ്രകാരം തന്നെ മൃഗങ്ങളെയും കൊന്നു തിന്നുന്നു. വൃക്ഷലതാദികൾ മനുഷ്യർ വെട്ടുന്നു. വൃക്ഷഫലങ്ങളിൽ പല ജീവികൾ ആശ്രയിച്ച് അധിവസിക്കുന്നില്ലേ? വെള്ളത്തിലും പലതരം ജീവികളുണ്ട്. ബ്രാഹ്മണ, ഞാൻ അതിൽ എന്താണ് വിചാരിക്കേണ്ടത്? അദ്ദേഹം ചോദിക്കുകയാണ് ഈ ബ്രാഹ്മണനോട്. അല്ലയോ ബ്രാഹ്മണ, എല്ലായിടത്തും പ്രാണികളെ തിന്നുന്ന പ്രാണികളെ നാം കാണുന്നുണ്ട്. മത്സ്യം തിന്നുന്നു. ഇതിൽ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? എവിടെയാണ് അഹിംസ? പ്രാണിയെ തിന്നാണ് പ്രാണി ജീവിക്കുന്നത്. പലവട്ടവും ഇത് ആവർത്തിക്കുന്നുണ്ട്. പിന്നെ തമ്മിൽ പിടിച്ചു തിന്നുന്ന ജന്തുക്കളും ഉണ്ട്. ഇവ കാണുമ്പോ ഹേ ദുജോത്തമ, ഞാൻ എന്താണ് വിചാരിക്കേണ്ടത്? നടക്കുന്ന സമയത്ത് തന്നെ നിലത്തുള്ള പല ജീവികളെയും മനുഷ്യന്മാര് ചവിട്ടിക്കൊല്ലുന്നുണ്ട്. ഇതിലെന്താ നമുക്ക് ഓർക്കാനുള്ളത്? ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പല ജീവികളെയും കൊല്ലുന്നുണ്ട്. ജ്ഞാനവാന്മാരും വിജ്ഞാനികളും എല്ലാവരും അത് തന്നെ ചെയ്യണ. ഞാനിതിൽ എന്താണ് ഓർക്കേണ്ടത്? ജീവജാലം നിറഞ്ഞതാണ് ഈ ആകാശവും ഭൂമിയും. അനവധി ജീവികൾ നമ്മൾ അറിയാതെ നമ്മളാൽ കൊല്ലപ്പെടുന്നുണ്ട്. ഹേ ദ്വിജ, ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? പണ്ടുള്ളവര് അഹിംസ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ജീവഹിംസ ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യനുണ്ട് എങ്കിലും ഈ ലോകത്തില് ഉണ്ടോ?
ഞാൻ വളരെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഹിംസിക്കാത്ത ഒരാളെ ഞാൻ കാണുന്നില്ല. യതിമാർ അഹിംസാ തൽപരരാണ്, എന്നാൽ അവരും ഹിംസ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാൻ പറ്റും, യത്നിക്കുകയാണെങ്കിൽ ഹിംസ ചുരുക്കാൻ കഴിയും. അത് മാത്രമാണ് നമുക്ക് സാധിക്കുക. ക്രൂരത ഇല്ലാതിരിക്കുന്നത് പരമമായ ധർമ്മമാണ്. ക്ഷമയോ ഏറ്റവും വലിയ ഫലമാണ്. ആത്മജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. സത്യമാകുന്നു വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വ്രതം. സത്യത്തിന് വാക്കാണ് മുഖ്യം. സത്യം എന്നത് ഹിതബോധനമാണ്. ഏറ്റവും ഹിതമായിട്ടുള്ളതാണ് ഏറ്റവും മഹത്തായ സത്യം. എന്നും നിഷ്കാമമായി കർമ്മം ചെയ്യുന്നവൻ എല്ലാം ത്യാഗത്തിൽ ഹോമിക്കുന്നവനായ ബുദ്ധിമാനായ ത്യാഗിയാണ്. ഹിംസ പരമാവധി കുറയ്ക്കുക, മൈത്രിയോടെ ജീവിക്കുക. ഈ ജീവിതത്തിൽ ആർക്കും ദോഷം ചെയ്യരുത്. ഇതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ഉത്തമവും നല്ലതുമായ ആത്മജ്ഞാനം ഇതാണ്. ഇതൊക്കെ കേട്ട് അന്താളിച്ച ബ്രാഹ്മണൻ വ്യാധനോട് അയാളുടെ പൂർവ്വജന്മം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വ്യാധൻ പറയുകയാണ്, കഴിഞ്ഞ ജന്മത്തില് ഞാനും നിന്റെ പോലെ ഒരു ബ്രാഹ്മണനായിരുന്നു. എന്നാൽ ആ നാട്ടിലെ രാജാവുമായുള്ള കൂട്ടുകെട്ട് കാരണം ഞാനൊരു ക്ഷത്രിയനെ പോലെ ജീവിക്കാൻ തുടങ്ങി. ആയുധപ്രവീണനായി മൃഗയാവിനോദങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ ഒരു മൃഗത്തെ അമ്പെയ്ത് അങ്ങനെ ലക്ഷ്യം തെറ്റിയ അമ്പ് ഒരു മഹർഷിക്കാണ് കൊണ്ടത്. അയാൾ എന്നെ ശപിച്ചു, ഈ ചോരയിൽ മുങ്ങി ജീവിക്കേണ്ടി വരുന്ന ഒരു ഇറച്ചി വെട്ടുകാരനായിട്ട് ജനിക്കുന്നായിരുന്നു ആ ശാപം. ശാപമോക്ഷം ചോദിച്ചപ്പോ നിനക്ക് മുജ്ജന്മ സ്മരണ അന്നും ഉണ്ടാവും, അപ്പോ ധാർമ്മിക ജീവിതം നയിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു, നീ മേധാവിയാണ്, കൃതപ്രജ്ഞനാണ്, നിന്റെ ബുദ്ധിയും വലുതാണ്, ധാർമ്മികനാണ്. ഞാൻ പോയി വരട്ടെ, നിനക്ക് നന്മ വരും, ധർമ്മം നിന്നെ തുണയ്ക്കും. ഹേ ധാർമ്മിക സത്തമ, ധർമ്മത്തിൽ തെറ്റുപറ്റാതെ നിൽക്കുക. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് വ്യാധൻ കൈകൂപ്പി. ബ്രാഹ്മണൻ അവനെ പ്രദക്ഷിണം വെച്ച ശേഷം തിരിച്ചുപോയി. ധർമ്മവ്യാധന്റെ ഉപദേശങ്ങള് കൗശികൻ എന്ന സന്യാസിയുടെ കണ്ണ് തുറപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണത്തെ പൂർണ്ണമായി മാറ്റുകയും ചെയ്തു. വലിയ ജ്ഞാനിയാണെന്നുള്ള ഒരു അഹങ്കാരത്തോടുകൂടി നടന്നിരുന്ന കൗശികൻ തികച്ചും വിനീതനായ ഒരു മനുഷ്യനായി മാറി. വ്യാധന്റെ ഉപദേശം കൗശികനിൽ ഉണ്ടാക്കിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന് അഹങ്കാരം ഇല്ലാണ്ടായി. താനൊരു ബ്രാഹ്മണനാണെന്നുള്ള ചിന്തയും തപശക്തിയുള്ള സന്യാസിയാണെന്ന അഹങ്കാരവും കൗശികന് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി. ജ്ഞാനം ജാതിയിലോ വേഷത്തിലോ അല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. യഥാർത്ഥ ധർമ്മം മനസ്സിലാക്കി കാട്ടിലിരുന്ന് തപസ് ചെയ്യുന്നതിനേക്കാളും വലുതാണ് സ്വന്തം കർത്തവ്യങ്ങള്, സ്വധർമ്മം ചെയ്യുക എന്ന കാര്യം കൗശികൻ പഠിച്ചു. മാതാപിതാക്കളുടെ അടുത്തേക്ക് അദ്ദേഹം തിരിച്ചുപോയി മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. പിന്നെ അതാണ് ഏറ്റവും വലിയ തപസ് എന്ന് വ്യാധന് മനസ്സിലായി. കൗശികൻ വ്യാധനിൽ നിന്ന് അത് മനസ്സിലാക്കി. അങ്ങനെ തപസ് അവസാനിപ്പിച്ച് സ്വന്തം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. ആത്മീയ പൂർണ്ണത നേടി. വ്യാധൻ കാണിച്ചു തന്ന വഴിയിലൂടെ മാതാപിതാക്കളെയൊക്കെ സ്നേഹത്തോടെ പരിചരിച്ചു. സ്വന്തം വീട്ടുകാരെയൊക്കെ നോക്കി കടമകളൊക്കെ ചെയ്തതിലൂടെ കൗശികന് പിന്നീട് യഥാർത്ഥ മോക്ഷം ലഭിച്ചു. വ്യാധന്റെ പ്രധാന ഉപദേശങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, സ്വധർമ്മം അനുഷ്ഠിക്കുക. ജനിച്ച ജാതിയോ ചെയ്യുന്ന തൊഴിലോ അല്ല ഒരാളെ നിർണയിക്കുന്നത്. തനിക്ക് ലഭിച്ച തൊഴിൽ അത് മാംസവിൽപ്പനയാണെങ്കിൽ പോലും അഹങ്കാരമില്ലാതെ സത്യസന്ധമായി ചെയ്യുകയാണ് പരമമായ ധർമ്മം. അഹിംസയുടെ ആപേക്ഷികത. പൂർണ്ണമായ അഹിംസ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. നമ്മൾ ശ്വസിക്കുമ്പോഴും നടക്കുമ്പോഴും അറിവില്ലാതെ ജീവജാലങ്ങൾ നശിക്കുന്നുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാതിരിക്കുകയും സ്വന്തം കടമകൾ നിർവഹിക്കുകയും ചെയ്യാം. പിന്നെ മാനസിക ശുദ്ധി. ക്രോധം, ദേഷ്യം, ലോഭം, അത്യാഗ്രഹം ഇവയൊക്കെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കള്. സത്യം പറയുക, ക്ഷമശീലിക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ഇവയൊക്കെയാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ലക്ഷണം. മനുഷ്യൻ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അവൻ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. അതിനാൽ പ്രതിസന്ധികളിൽ തകരാതെ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ സ്വധർമ്മം എന്ന് പറയുന്നത് എന്താ? സ്വന്തം തൊഴിൽ. അത് എന്ത് തന്നെ ആയാലും സത്യസന്ധമായിട്ട് പൂർണ്ണമായ അർപ്പണബോധത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് വ്യാധൻ ഉപദേശിക്കുന്നു. പിന്നെ ജനനം കൊണ്ടല്ല, കർമ്മം കൊണ്ടും അറിവ് കൊണ്ടുമാണ് ഒരാൾ ശ്രേഷ്ഠനാവുന്നത്. ജാതി മതഭേദമന്യേ ജ്ഞാനിയായ ആരെയും ഗുരുവാക്കാം എന്ന്
ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നു.